പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മുടെ എസ്കത്തോളജിയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. നമുക്കിന്ന് കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം നമുക്കൊന്ന് വായിച്ച് നമുക്കൊന്ന് തുടങ്ങാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അപ്പോൾ ആ കരുണയുടെ പിതാവിൽ നിന്ന് നമുക്ക് കരുണയും യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സാന്നിധ്യവും ശക്തിയും ഈ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ തിന്മ അല്ലെങ്കിൽ പാപം പെരുകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പാപം പെരുകുന്ന ലോകത്തിൽ നമുക്ക് ദൈവം അതിനനുസരിച്ച് കൃപ തരുന്നു. ദൈവത്തിൻ്റെ കരുണയും നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ കാലഘട്ടത്തിൽ തരുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത്രമാത്രം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജാഗരണത്തിലൊക്കെ ആണെങ്കിലേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനമായി ലോകത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ലോകമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നതല്ല, ലോകത്തിൻ്റെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഇങ്ങനത്തെയൊക്കെ ഉള്ളതിനകത്തുള്ള എല്ലാ ഒച്ചപ്പാടും ബഹളങ്ങളും സിനിമയും ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ കൃപ സ്വന്തമാക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ദൈവീക കാര്യങ്ങളെക്കുറിച്ച് വലിയ താല്പര്യമില്ലാത്ത ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ തലമുറ ഇന്ന് വളരെയധികം ഒച്ചപ്പാടും ബഹളങ്ങളും നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കുന്നു. ഈ ബഹളങ്ങളിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടും ഇതിനകത്തെല്ലാം കിടന്നുകൊണ്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും സ്നേഹവും സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വി ഹാവ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദിസ് വേൾഡ്. അപ്പോൾ ഈ ഒരു കാലഘട്ടമൊക്കെ നമ്മളെ കുറേ കൂടി നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി വരാൻ കൂടി നമ്മളെ ക്ഷണിക്കുകയാണ്. കാരണം ലോകം വളരെയധികം അട്രാക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പഴം ഇന്നും മറ്റേത് കാലഘട്ടത്തേക്കാൾ വളരെയധികം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ലോകമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ ലോകത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യമെന്നും ലോകവസ്തുക്കളും ലോകസുഖങ്ങളും ലോകത്തിൻ്റെ സന്തോഷങ്ങളും നമ്മളിൽ എത്രത്തോളം നമ്മൾ ആസ്വദിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും അല്ലെങ്കിൽ ധന്യമാകുമെന്നൊക്കെയാണ് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സത്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ സന്തോഷവും ഈ സൗഭാഗ്യം അനുഭവിക്കുന്നവർ ആരും സംതൃപ്തരല്ല. Nobody is happy and satisfied. And only in Jesus Christ you will have that satisfaction. അപ്പം അതുകൊണ്ട് നമ്മളും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഈ പ്രാർത്ഥനയും ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ടും are you happy? Are you satisfied? Yes, I am happy with what I am. എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ സംതൃപ്തനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ അത് പറയാൻ വളരെ ചുരുക്കം പേർക്കേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് യേശുക്രിസ്തുവിൽ മാത്രമുള്ളവർക്ക്, യേശുക്രിസ്തു ജീവിതം സമർപ്പിച്ചവന് മാത്രമേ ആ സന്തോഷവും സംതൃപ്തിയും കിട്ടുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോഴും ഞാൻ ഈ സുവിശേഷവും പ്രാർത്ഥനയും ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ടും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും ഞാനായിരിക്കുന്ന സംവിധാനങ്ങളിലൊക്കെ അസ്വസ്ഥതയും ബഹളവും ഒച്ചപ്പാടും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ട്രാക്ക് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ ആധ്യാത്മിക മേഖലകളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ വചനം പറഞ്ഞു, നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ആ ദൈവരാജ്യ അനുഭവം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. അപ്പം ഇത് നമ്മുടെ ലൈഫിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ക്രിസ്തുവിൽ ശരണപ്പെട്ടിട്ടില്ല, നമ്മളിനിയും ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് ആയിട്ടില്ല. നമ്മളിപ്പോഴും ലോകത്തിൽ തന്നെയാണ്. ലോകത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളും ലോകത്തിൻ്റെ ചില വികാരങ്ങളും ലോകത്തിൻ്റെ ചില ചിന്തകളും പഠനങ്ങളൊക്കെ ഇപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മൾ അല്ലെങ്കിൽ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ ഇതൊക്കെ നമ്മളെപ്പോഴും സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങൾ. അപ്പം നമ്മൾ വി ഹാവ് ടു ദിസ് എൻഡ് ടൈം വി ഹാവ് ടു കം ക്ലോസർ ആൻഡ് ക്ലോസർ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മളായിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആധ്യാത്മിക കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. ക്രിസ്തുവിൽ ആയിത്തീരുക എന്നുള്ളത് വളരെ കൃത്യതയുണ്ടായിരിക്കും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ
നമ്മൾ എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുക, അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. അതിൽ നിന്ന് മാറി മറ്റു പല കാര്യങ്ങളാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അസംതൃപ്തിയും അസന്തോഷവും അസമാധാനവും ഒക്കെ കടന്നു വരിക. സോ വി ഹാവ് ടു ബി വെരി ഫോക്കസ്ഡ് ഓൺ അവർ സ്പിരിച്വാലിറ്റി ആൻഡ് അവർ ഗോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അവസാന ടോപ്പിക്കിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ്, അന്ത്യവിധി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് 1, 2, 3 ചിലപ്പം ഒരു സെഷൻസ് നമ്മൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ അന്ത്യവിധി? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് വിധി നടത്തുന്നത്? അപ്പം അതിൽ തന്നെ 2 തരം വിധിയുടെ മാനദണ്ഡം എന്തായിരിക്കും, എന്ത് ബേസിസിലാണ് നമ്മളൊക്കെ വിധിക്കപ്പെടുക? അതിൻ്റെ അകത്ത് നമ്മൾ കത്തോലിക്ക സഭ പറയുന്നുണ്ട് തനതു വിധി എന്നും പൊതുവിധി എന്നും 2 വിധിയുണ്ടോ? 2 കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രീച്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നൊരു ദൈവം, നമ്മളെ ഒരു വിധിക്കുന്നൊരു ദൈവം വരുമ്പം ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ലേ? ഇങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൊക്കെ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, ഇന്നത്തെ ഒരു ലോകം, അവിടെ ദൈവം എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ അടുത്തങ്ങ് മാറ്റി. പ്രത്യേകിച്ച് നമ്മളുടെ പിള്ളേർ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ദർ ഇസ് നോ ഗോഡ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമില്ലെങ്കിൽ ദർ ഇസ് നോ പർപ്പസ്. അപ്പോൾ നമ്മൾ യാതൊരു പർപ്പസ് ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന കുറേ ജീവിജാലങ്ങൾ. അങ്ങനെ ആകരുത്. കാരണം നമ്മളെല്ലാം സൃഷ്ടിച്ചതിന് വളരെ കൃത്യവും വ്യക്തമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ദൈവത്തിനുണ്ട്. അപ്പോൾ ആ പർപ്പസ് മാറി, ദൈവം എടുത്തു കഴിയുമ്പോൾ ആ പർപ്പസ് മാറി. അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നിയതൊക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും. നമ്മളാണ് തീരുമാനിക്കുക, ശരി തെറ്റെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വിധിയില്ല. നമ്മളാരും നാളെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ കൃത്യവും വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമുണ്ട്, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പം ആ വിധിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു തലമുറയിൽ നമ്മൾ നേരത്തെ വിശുദ്ധ 10 പിയൂസ് പറഞ്ഞ പോലെ നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, അതാണ് ഇന്ന് ലോകത്തിൽ തിന്മ വളരുന്നതിൻ്റെ കാരണം. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾക്കെല്ലാം ഒരു വിധി ദിവസമുണ്ട്. വിൽ ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മൾ വിധിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, വിധിയുണ്ട്. either you will go to, you'll be blessed by God. അപ്പോൾ കർത്താവ് പറയുന്നത് പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റ് ഈസ് ദെയർ. അപ്പോൾ ചിലരെങ്കിലൊക്കെ പറയും, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് വിധിയുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾക്ക് വിധി എന്ന് പറഞ്ഞാൽ വിധി ഇതാണ്, യു വിൽ ബി ടേക്കൻ ടു ഹെവൻ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് കുറച്ചൊന്നും മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ഈ വിധിയെക്കുറിച്ച് എന്താണ്? ഈ വിധി ഒരു സാങ്കല്പികമാണോ? ഇതിങ്ങനെ ആരെങ്കിലൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നൊരു കാര്യമാണോ? അതല്ല. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 14:12 നമ്മൾ വായിക്കുന്നു, ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പം അതിന് തൊട്ടുമുള്ള വചനം 10 വരെ, നീ എന്തിന് സഹോദരന്മാരെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവ്വം അരുളി ചെയ്യുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പം ഇവിടെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുക, മറ്റുള്ളവരെ പീഡിപ്പിക്കുക, കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന സാധനത്തിനെല്ലാം നമ്മൾ നാളെ വിധിക്കപ്പെടും അല്ലേ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മൾ വിധി ദിവസത്തിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്ന പറയണം. അപ്പം അതുകൊണ്ട് വിധി വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഏതാനും ചില വചനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം 98-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്.
സങ്കീർത്തനം 98:9 അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടി വിധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലേക്ക് വരും. 11-ാമത്തെ അധ്യായം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 9 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. അപ്പോൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളിതെല്ലാം കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നാളെ ഇതിൻ്റെ പേരിൽ വിധിക്കപ്പെടും. അപ്പോൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ യുവത്വം, ഇന്നത്തെ യുവതലമുറ, നമ്മളിലൊക്കെ ഈ ഒരു യുവതലമുറയുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മൾ പ്രായമാകുമ്പോഴും നമ്മുടെ ഉള്ളിൽ യുവത്വത്തിൻ്റെ ഘടകങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുവാക്കന്മാർ മാത്രമല്ല, പ്രായമായവരും ഈ വചനം പ്രധാനമായിട്ടാണ്. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. അപ്പം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെല്ലാം നാളെ ഒരു ന്യായവിധിയുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ആരും കാണാതെയൊക്കെ കാണുന്നതും നമ്മൾ രഹസ്യത്തിൽ കേട്ടതും മനസ്സിലാക്കിയതൊക്കെ നാളെ ഇറ്റ് വിൽ ബി റിവീൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യു വിൽ ബി ജഡ്ജ്ഡ്. അപ്പം അതുകൊണ്ട് ദർ ഈസ് ജഡ്ജ്മെൻറ്റ്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഞാനത് കുറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഡേ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നീ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പാപകരമായ കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു റിസൾട്ട് നിൻ്റെ മക്കളിലും നിൻ്റെ ഭവനത്തിലും ഉണ്ടാവും. സോ ദാറ്റ് നമ്മൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പരിണിത ഫലം ഇപ്പോൾ തൊട്ടേ നമ്മൾ അനുഭവിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഫൈനലി വി വിൽ ബി ജഡ്ജ്ഡ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്നിട്ട് നാളെ എൻ്റെ കുഞ്ഞ് അങ്ങനെയായിപ്പോയി, എൻ്റെ മോനെങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു പ്യൂരിഫൈ യുവർ സെൽഫ് നൗ. നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. നിന്റെ വിശുദ്ധീകരണമാണ് ഈ കാലഘട്ടങ്ങളിൽ സ്വർഗം ആഗ്രഹിക്കുക. അതുകൊണ്ട് നീ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നൊക്കെ വളരെ വളരെ ശ്രദ്ധയാണ്. കാരണം പാപത്തെ ഭവനത്തിൽ കൊണ്ടുവരരുത്. പാപത്തെ നിന്റെ കുഞ്ഞുങ്ങളുടെ ഗാഡ്ജറ്റുകളിൽ കൊണ്ടുവരുത്. പലപ്പോഴും വലിയൊരു ശതമാനം കുഞ്ഞുങ്ങൾ, ഞങ്ങളിപ്പോൾ യുവാക്കന്മാരും ടീനേജുകാരും ഇവിടെയൊക്കെ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അവരിലൊക്കെ ഈ പാപകരമായ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നതിൻ്റെ വലിയ റീസൺ അവരുടെ മാതാപിതാക്കളുടെ ഗാഡ്ജറ്റ്സിലൂടെയാണ്. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ആൻഡ് യു വിൽ ബി ജഡ്ജ്ഡ് ബൈ ഗാഡ്. ഓക്കെ, ദെൻ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാമത്തെ വചനം. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ദൈവം വളരെ ക്ലിയറാണ്. അപ്പം അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വിധിയുണ്ട്. ഓക്കെ, ഇനി 1-2 വചനങ്ങളൂടി. 2 കോറിന്തോസ് 5:10. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ പുതിയ നിയമത്തിലാണ് കൂടുതൽ അത് കൃത്യമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണെന്നും കൂടി കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 കോറിന്തോസ് 5:10 നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. ഓക്കെ, വളരെ പവർഫുൾ ഒരു വേർഡാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. വീണ്ടും 2 തെസ്സലോനിക്ക നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള 2 തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ അധ്യായം 6-7 വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ, കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്.
അപ്പം അവൻ അവസാന നാളുകളിൽ, ഇവിടെ നമ്മൾ പറയണത് മൃഗത്തെയും പ്രവാചകനെയും, ആദ്യം നമ്മൾ മൃഗം വരും, രണ്ടാമത്തെ മൃഗത്തെ ഈ വിധിക്കുന്ന കാര്യമാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിധി നടക്കപ്പെടുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് തെസ്സലോനിക്ക ലേഖനം പറയുന്നുണ്ട്. ഇനി വരുന്നൊരു ചോദ്യമാണ്, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, ആരാണ് വിധിക്കുക? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട, അത് നമുക്ക് നോക്കാം. പിതാവ് ആരെയും വിധിക്കുന്നില്ല. പിതാവല്ല വിധിക്കുന്നത്. വിധി മുഴുവൻ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ പല മുസ്ലിം സഹോദരങ്ങളും, പ്രത്യേകിച്ച് ഡോക്ടർ സക്കീർ നായക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ദൈവമാണെന്നുള്ളൊരു തെളിവെന്താണ്? യേശുവിന് ഈ അധികാരമൊക്കെ കൊടുത്തിട്ടുള്ള തെളിവെന്താണ്? യേശു വേറൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ യേശുവിനെ നിങ്ങൾ ദൈവമായിട്ട് കണക്കാക്കേണ്ട എന്നൊക്കെ ചില മുസ്ലിം സഹോദരങ്ങൾ ആർഗ്യൂ ചെയ്തു. അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വചനമാണത്. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. 21-ാമത്തെ വചനമാണ്. സോ he has the equal power and right with God the Father. But he is God. ഓക്കെ, അല്ലാണ്ട് ഇത് വെറും ഒരു പ്രവാചകനല്ല, ഒരു മനുഷ്യനല്ല. ഓക്കെ, അവൻ ദൈവം തന്നെയാണ്. മാത്രമല്ല അവനാണ് അന്ത്യവിധി നടത്തുന്നത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതാണ്. സക്കീർ നായക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദ്യമാണ്, ഷോ മീ വൺ വേഴ്സ് ഇൻ ദ ബൈബിൾ ദാറ്റ് സേസ് യു ഹാവ് ടു വർഷിപ്പ് ജീസസ്. ദിസ് ഈസ് ദ വേർഡ്. അല്ലേ? പിതാവിനെ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക, ആരാധിക്കുന്നത് പോലെ നിങ്ങൾ പുത്രനെയും ആരാധിക്കണം. ഓക്കെ, വളരെ കൃത്യമായിട്ട് യേശു പറയുകയാണ്. കാരണം പുത്രനെ ആദരിക്കാത്തവരും അവനെ അയച്ച പിതാവിനെ ആദരിക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തതിന് നിത്യജീവനുണ്ട്. അപ്പോൾ എൻ്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വഴി കൂടി പോകുന്ന വചനമല്ല. ഐ ആം ഗോഡ് ബിക്കെയിം വേർഡ്. ഓക്കെ, അല്ലെങ്കിൽ വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം മാംസം ധരിച്ച ജീവനുള്ള ദൈവമാണ് ഞാൻ. അപ്പം എൻ്റെ വചനം എന്നാ പറയണം. എൻ്റെ വചനം എന്നൊക്കെ പറയുമ്പോൾ യേശു വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം, ഐ ആം ദ ഗാഡ്, ദ സൺ ഓഫ് ലിവിങ് ഗാഡ്. ആ ആസ്പെക്റ്റിലാണ് ഇത് മുഴുവൻ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണ്? യേശുവാണ് വിധിക്കുക. വീണ്ടും നമ്മൾ 5-ാമത്തെ അധ്യായം അദ്ദേഹത്തിന് 27-ാമത്തെ വചനം, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഓക്കെ, അപ്പൊ പുത്രനാണ് വിധിക്കപ്പെടുന്നത്. പുത്രനെ ഈ കാലഘട്ടത്തിൽ തിരസ്കരിക്കുന്നവരും പുത്രനെ പ്രവാചകനാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനാക്കി അവതരിപ്പിക്കപ്പെടുന്നവരെല്ലാം വിധിക്കപ്പെടും. ഓക്കെ, എന്നിട്ട് വീണ്ടും 5-ാമത്തെ അധ്യായം 27-28 നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഈ മനുഷ്യപുത്രൻ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. യേശു തന്നെ പറയും താൻ മനുഷ്യപുത്രനാന്ന് പറയും. യേശു മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് പഴയ നിയമ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. പഴയ നിയമത്തിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ വിധി നടത്തും എന്ന് ദാനിയേൽ പ്രവചനത്തിലൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വചനത്തിന്റെ ബേസിസിലാണ് യേശു മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. അവൻ തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ അല്ല. യേശു പറയുന്ന വചനങ്ങൾ കൃത്യമാണ്. അവൻ ദൈവമാണെന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളും അവനും പിതാവ് ഒന്നാണെന്നും പിതാവിനെ ആരാധിക്കുന്നത് പോലെ ആദരിക്കുന്ന പോലെ തന്നെയും ആദരിക്കണം ദൈവം ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയാം 29-ാമത്തെ വചനം, അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. സോ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, യേശു ആണ് വിധിക്കാൻ പോകുന്നത്. ഓക്കെ, ഈസ് ഗാഡ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ 1-2 വചനങ്ങളിൽ മത്തായി സുവിശേഷത്തിൽ ഈശോ കൃത്യമായിട്ട് പറയുന്ന 1-2 ഭാഗങ്ങൾ, മത്തായി സുവിശേഷം 25:31 നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു വായിച്ചു പോവാണ്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോരാടുകളിൽ വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും.
അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പുത്രനാണ് വിധി നടത്തുക. അവൻ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. വീണ്ടും മത്തായി സുവിശേഷം 19:28 ഈശോ തന്നെ പറയുന്നുണ്ട്, ഈ വിധിയെക്കുറിച്ച് പറയണം. അപ്പം ഈശോയാണ് വിധി നടത്തുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തത, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്തായി 19:28 പറയുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. ഇത് തൻ്റെ ശിഷ്യന്മാരോട് പറയും. ശിഷ്യന്മാരൊക്കെ യേശുവിനെ ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വചനം, അതിന് തൊട്ടുമുമ്പിലെ വചനം വളരെ പ്രധാനമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? എന്താ ഉപേക്ഷിക്കുക എന്ന് പറയണത്? ഈ ലോക സുഖസന്തോഷങ്ങൾ, അതായത് പിശാചിനടിമപ്പെട്ട ഒരു ലോകമുണ്ട് ഇവിടെ. യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ സാത്താൻ വന്ന് ചോദിക്കുന്ന രണ്ടാമത്തെ പ്രലോഭനമാണ്. യേശുവിനെ മലമുകളിലേക്ക് കയറ്റി നിർത്തിയാൻ കാണിച്ചത്, ആ കാണുന്നെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ആരാധിച്ചാൽ നിനക്കിത് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ എന്ന് നമ്മൾ പറയും, പിശാചിൻ്റെ ആഡംബരങ്ങൾ എന്ന് പറയും. അതായത് ഈ ലോകത്തിലെ നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ തന്നെ നമ്മൾ ആസക്തി പൂണ്ട് നീക്കുന്ന ആ ഒരു കാര്യം, അതിനെയാണ് ദൈവം നമ്മളോട് ഉപേക്ഷിക്കാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ we should not be driven by the material things of this world or the money of this world, അല്ലെങ്കിൽ the power and position and fame of this world. തീർച്ചയായിട്ടും നമ്മൾ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേമസ് ആകപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. പക്ഷേ ആ നോബൽ പ്രൈസിന് മദർ തെരേസ കൊടുത്ത സ്ഥാനം നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ്. ഒരിക്കൽ മദർ തെരേസ തൻ്റെ മഠത്തിലിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി കുറച്ച് കോയിൻസ് ആയിട്ട്, ചില നാണയങ്ങളും കീറിയ പഴകിയ നോട്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ മദറിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാ, ഇത് അങ്ങയുടെ മഠത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയ സഹായത്തിനായിട്ട് എടുത്തുകൊള്ളുക. അപ്പോൾ മദർ തെരേസ പറയാണ്, ആ ഒരു കുഷ്ഠരോഗി തന്ന ആ പണം എനിക്ക് നോബൽ പ്രൈസിനേക്കാൾ വാല്യൂ ഉള്ളതായിരുന്നു. അപ്പം ഇതെല്ലാം കിട്ടുമായിരിക്കും, കാരണം ഇതിൻ്റെ ഒന്നും പുറകെ ഒന്നും നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ ക്രേവ് ചെയ്യാണ്, എനിക്ക് ബഹുമതി, കയ്യടി, സ്ഥാനമാനങ്ങൾ, ആദരവ്, ഞാൻ ചെയ്യുന്നതിനൊന്നും ആരും വിലമതിക്കുന്നില്ല, എനിക്ക് തക്കതായ കൂലി കിട്ടുന്നില്ല, ഞാൻ അധ്വാനിച്ചതിന് എനിക്ക് പ്രതിഫലമില്ല, എനിക്ക് സ്ഥാനമാനം, ബഹുമാനമില്ല, ആദരവില്ല, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെതെന്ന് പറയുന്നത്. ലോകത്തിലെ ആൾക്കാർ ഇതെല്ലാം വേണ്ടി ജീവിക്കും, പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കുക. നമ്മുടെ ലക്ഷ്യം, നമ്മളിവിടെ പ്രവർത്തിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് സ്വർഗത്തിലാണ്. ഇവിടെ യാതൊരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ ഒരു വ്യത്യാസത്തിലേക്ക് നമ്മൾ വരണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഉപേക്ഷയാണ് പറയുന്നത്. അല്ലാതെ വസ്തുക്കളും സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ദൈവം പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചുകൊള്ളുക, അതെല്ലാം തമ്പുരാൻ തന്നെ തരുന്നതാണ്. പക്ഷേ ഒന്നും അമിതമാകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശുവോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. അപ്പോൾ വിധിയുണ്ട്. ആ വിധിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടി യേശു പങ്കാളികളാക്കുമെന്ന് കൂടി പറയാണ്. കാരണം ഈ ലോകത്തിൽ വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചവർ, യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിച്ചവർ, അവർക്ക് വിധിയില്ല. അവർ യേശുവിൻ്റെ കൂടെ തന്നെ നമ്മൾ വിധിക്കപ്പെടുകയാണല്ലോ. ഓക്കെ, വിധിക്കാനുള്ള താല്പര്യമാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമാണ് എന്താണ് വിധി. വിധിയുണ്ട്. വിധി ഒരു സാങ്കല്പിക കഥാപാത്ര ഒരു സംഭവമല്ല. 2 വിധിക്കുന്നവൻ യേശുവാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, വിധി ഒരു ഐശ്ചിക കാര്യമോ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടൊരു കാര്യമല്ല. നമ്മളെല്ലാവരും നാളെ നേരിടേണ്ട വളരെ ഒരു വലിയ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ
ബോധവാന്മാരായിരിക്കും. ലോകത്തിലും മറ്റാരെക്കാളും സീരിയസ് ആയിട്ട് ഈ വിധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്രിസ്ത്യാനികളാണ്. മറ്റുള്ളവരെങ്ങനെ വിധിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ബോധറിയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഇത്രമാത്രം സത്യം ഇത്രയും വ്യക്തവും കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മൾ പൊട്ടം കളിച്ച് നടക്കരുത്. കാരണം പരീക്ഷാ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്തിട്ട് ഒരേ ഒരു മതം ക്രിസ്തു മതമാണ്. അതായത് ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർഗം നരകം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായി എല്ലാം വെളിപ്പെടുത്തി തരികയും ഇനി ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നിട്ടും നീ എങ്ങനെയാണ് വിധിക്കപ്പെടാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞു തന്നിട്ടും നീ ഇതിൻ്റെ അകത്ത് പോയി കിടക്കുന്നുണ്ടെങ്കിൽ നിന്റെ അധോഗതിയാണ്. സോ ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. കാരണം ഇത്രയും കൃത്യതയോടെ ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതല്ല, ഞാൻ വൈ ഷുഡ് ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ വൈ ഷുഡ് ഐ ബിക്കം എ ക്രിസ്ത്യൻ? വളരെ പ്രസക്തമായൊരു ചോദ്യം. നീ എന്തൊരു ക്രിസ്ത്യാനിയാകും? Because that is the absolute truth revealed in this world. And the truth is been well explained എന്നാണ് പറയുന്നത്. അതാണ് ഈ ലോകത്ത് വെളിവാക്കട്ടെ ഏറ്റവും അമൂല്യം അല്ലെങ്കിൽ ഏറ്റവും പരിപൂർണമായ സത്യമാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, അത് ഏറ്റവും മനോഹരമായ മനുഷ്യ ബുദ്ധിക്ക് കൃത്യം മനസ്സിലാക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്ന ഒരു ട്രൂത്ത് കൂടിയാണ്. അപ്പോൾ ദാറ്റ് ഈസ് വൈ വി ബിലീവ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം എക്സ്പ്ലനേഷൻസും റെവലേഷൻസ് തന്നിട്ട് നമ്മൾ മണ്ടന്മാരാകാൻ പാടില്ല, നമ്മൾ പൊട്ടന്മാരാകാൻ പാടില്ല. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ്. അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്തിലൊക്കെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസവും നമ്മുടെ ജീവിത രീതികളൊക്കെ കുറേ കൂടി ഗൗരവത്തോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ, നമ്മൾക്ക് തന്നിരിക്കുന്ന സമ്പത്ത് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാങ്കല്പികമല്ല, ഇതൊരു സുനിശ്ചിതമായ നിർബന്ധിതമായ എല്ലാവരും കടന്നു പോകേണ്ട ഒരു കാര്യമാണ് വിധി എന്നുള്ളത്. സോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് വിധി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മളത് വരുന്ന സെഷനുകളിൽ വളരെ കൂടുതലായിട്ട് പറയുമെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരികയാണ്, എന്താണ് വിധി? എന്താണ് വിധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ യേശു വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അപ്പൊ ഇതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഓക്കെ, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും, അതായത് യേശു ക്രിസ്തുവാണ് പ്രകാശം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ സത്യം വെളിപ്പെടുത്തപ്പെടുകയാണ് ലോകത്തിന്റെ മുമ്പിൽ. വർഷങ്ങളായ തലമുറകളായി ഇങ്ങനെ മറഞ്ഞു കിടന്നിരുന്ന മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സത്യത്തെ ക്രിസ്തു വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അപ്പൊ ഇന്നും ഈ തിന്മ പ്രവർത്തിക്കണം. അപ്പൊ ഇവിടെ വളരെ കൃത്യമാണ്, വിധിയുടെ മാനദണ്ഡം പ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ എതിര് നിൽക്കുന്നതാണ് ശിക്ഷാവിധിക്ക് കാരണം. ഇത് വളരെ ക്ലിയർ ആണ്. ജീസസ് ഈസ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ വീണ്ടും നമ്മൾ പറയാം, വിധി എന്നത് സത്യവുമായുള്ള നേർക്കാഴ്ചയാണ്. അവിടെ നാം അണിഞ്ഞിട്ടുള്ള എല്ലാ മൂടുപടങ്ങളും മാസ്കുകളും നീക്കപ്പെടും. നമ്മുടെ മനസാക്ഷിയോട് ഈ വചനം, ഇതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും സുവിശേഷം പറയുന്നത്. ഈ സത്യം പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കും. ഈ സത്യം പ്രഘോഷിച്ചിട്ടും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യേശു പ്രവാചകനാണ്, യേശു നല്ലൊരു മനുഷ്യനായിരുന്നു, യേശു നേതാവായിരുന്നു, യേശു അങ്ങനെയായിരുന്നു, യേശു ഇങ്ങനെയായിരുന്നു പറയണക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരോട് പറയുകയാണ്, ഇതൊക്കെ നമ്മളിടുന്ന മാസ്കുകളാണ്, നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്.
അത് യേശുക്രിസ്തു വന്നപ്പോൾ തൊട്ടും യഹൂദന്മാർ ഫരിസേയർ നിയമജ്ഞർ എങ്ങനെയായിരുന്നു? അവരുടെ സ്ഥാനമാനങ്ങളും സംവിധാനം നിലനിർത്താൻ വേണ്ടി അവർ യേശുവിനെ കുറ്റം പറഞ്ഞു, യേശുവിനെ ദൈവത്വത്തെ ചോദ്യം ചെയ്തു. അവസാനം യേശുവിൽ ഒരു കുറ്റം ചെയ്യാത്തവനെ അവൻ ദൈവമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവനെ കൊല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത അന്നും ഈ മാസ്ക് ഇട്ട് നടക്കുന്നതിന് ഇന്നും മാസ്ക് ഇട്ട് നടക്കുന്നതിന് ഇവരെല്ലാവരും ജഡ്ജ് ചെയ്യപ്പെടും. ഈ സത്യത്തിനാൽ നീ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ജഡ്ജ്മെന്റ്. ഇതാണ് വിധി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ വിധി എന്നത് സത്യവുമായുള്ള നേർക്കാഴ്ചയാണ്. എന്താണ് സത്യം? ഞാനാണ് സത്യം. ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. അപ്പോൾ യേശുവാണ് സത്യം. ഒരു മനുഷ്യൻ, പരിപൂർണനായ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് കൃത്യമായ ഒരു റോൾ മോഡലായിട്ട് ദൈവം യേശുവിനെ വെച്ചിരിക്കുകയാണ്. ദൈവമാരാണ് എന്നതിൻ്റെ, പരിപൂർണനായ ദൈവമാരാണെന്നതിൻ്റെ റോൾ മോഡൽ നമ്മൾ യേശുവിലേക്കാണ്. കാരണം യേശു പരിപൂർണനായ ദൈവവും പരിപൂർണനായ മനുഷ്യനുമാണ്. അപ്പോൾ ഈ രണ്ട് സത്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വിധിക്കപ്പെടുന്നത്. അതിനകത്തൊരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പരിപൂർണത മുഴുവൻ അവനിൽ നിറഞ്ഞിരിക്കുന്നു കൊളോസ്യ ലേഖനം പറയാം. അതുപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിലാണ് നിൽക്കുന്നത്. അപ്പോൾ and he is the truth and he came to witness to the truth. ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാം. പീലാത്തോസിനോട് പറയുന്നുണ്ട് അല്ലേ? പീലാത്തോസ് പറയാണ്, നീ ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം തരികയാണെങ്കിൽ യേശുവേ ഞാൻ നിന്നെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കി തരാമെന്ന് പീലാത്തോസിന് ഇങ്ങനെ, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാതെ. എൻ്റെ പീലാത്തോസെ, എൻ്റെ പിതാവ് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട്, ദൈവിക പദ്ധതിയുടെ പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ നിൻ്റെ മുമ്പിൽ ഒന്ന് കുറ്റമില്ലാത്ത ഞാൻ കുറ്റം ആരോപിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ ബില്യൺസ് ഓഫ് ഏഞ്ചൽസ്, എൻ്റെ സൈന്യങ്ങൾ, മാലാഖമാരോ, നീ റോമ സാമ്രാജ്യത്തിനടുത്ത് അറബിക്കടലിൽ എറിയാൻ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നത് വെച്ചാൽ എൻ്റെ പിതാവ് നിനക്ക് ഈ സമയം എൻ്റെ മേൽ അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. അപ്പം ഈ സത്യം യേശുവാണ്. ഈ യേശുവാകുന്ന സത്യത്തെ വെച്ചിട്ടാണ് എല്ലാ മനുഷ്യനും വിധിക്കപ്പെടുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വളരെ വളരെ കൃത്യതയുണ്ടായിരിക്കണം. നമ്മൾ യേശു ആരാണെന്നൊക്കെ പറഞ്ഞ് ഇനി ചുമ്മാ നമ്മൾ പൊട്ടം കളിച്ച് കിടക്കരുത്. ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും നീ യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ചിട്ടുണ്ടോ, അതോ ഇപ്പോഴും നീ യേശുവിനെ വെച്ച് കളിക്കുന്നവനാണോ? വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം ഓരോ ദിവസങ്ങളും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ ക്രിസ്തുവിൽ ആയിത്തീരാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, അവൻ്റെ രക്തത്താൽ നിനക്ക് വാങ്ങിത്തന്ന പാപമോചനം സ്വീകരിക്കാതെ നടക്കുന്ന ഓരോ നിമിഷങ്ങളും നിൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളും വീഴാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ പാപത്തിനും പരിണിത ഫലമുണ്ട്. അപ്പം ഇവിടെ ഈ സത്യത്തെ നമ്മൾ മൂടി വെച്ച് നടക്കുന്നത് ആണ് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. സത്യം ദൈവമായതിനാൽ ദൈവത്തിന് മുൻപിൽ മനുഷ്യൻ മൂടുപടമില്ലാതെ നിർത്തപ്പെടും. ഓക്കെ, സത്യം ദൈവമാണ്, ആ ദൈവം യേശുവാണ്. അവൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരെയും എല്ലാ മൂടുപടങ്ങളും മാറ്റി നിർത്തപ്പെടും. നീ എന്നോട് പറയപ്പെട്ടതും കേൾക്കപ്പെട്ടതെല്ലാം ആ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ വിളിക്കപ്പെടുകയാണ്. ദൈവം ക്രിസ്തുവിൽ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെ സത്യമായിരിക്കണമെന്ന് കാണിച്ചു. അതായത് ദൈവം ക്രിസ്തുവിൽ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെ സത്യമായിരിക്കണമെന്ന് അവിടുന്ന് കാണിച്ചു. അപ്പം നമ്മളെല്ലാം സത്യതയുള്ളവരായിരിക്കണം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ട്. എന്തിനാ ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്? സത്യം അന്വേഷിച്ച് കണ്ടെത്താനാ ബുദ്ധി. അല്ലാതെ ഭൂമി തിരിയുന്നുണ്ടോ, ഭൂമിയുടെ മധ്യത്തിലൂടെ ഭൂമത്തിലേക്ക് പോകുന്നുണ്ടോ ഒക്കെ സയൻസിനെ കുറിച്ച്, അതിനൊക്കെ ഒരു 8% മാത്രമേ നിൻ്റെ ബുദ്ധിയുടെ ആവശ്യമുള്ളൂ. 92% of your intellect has to be used to know the truth about God. അപ്പം ഇത് നമ്മുടെ ഉള്ളിൽ നിൽക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യം അന്വേഷിക്കുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സത്യം യേശുക്രിസ്തുവിൽ വ്യക്തമാക്കിയ ഈ സത്യത്തെ, ദൈവത്തിൻ്റെ പൂർണ്ണതയും മനുഷ്യത്തിൻ്റെ പൂർണ്ണതയും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണടച്ചും അല്ലെങ്കിൽ പല വ്യാഖ്യാനങ്ങളും നടത്തി നമ്മളിങ്ങനെ ക്രിസ്തുവിനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും വിധിക്കപ്പെടും. ഇതാണ് ശിക്ഷാവിധി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറെ കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് വിധിയുണ്ട്. വിധി ക്രിസ്തുവാണ് വിധിക്കുന്നത്. ക്രിസ്തുവിലാണ് നമ്മൾ വിധിക്കപ്പെടുക. കാരണം ഹി ഈസ് ദ റോൾ മോഡൽ. നമ്മുടെ മുമ്പിൽ കൃത്യമായി വെച്ചിട്ടുണ്ട് സത്യം എന്താണെന്നും, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നും, അവൻ്റെ ജീവിതത്തിന് അർത്ഥം എന്താണെന്നും, അവൻ ജീവിതത്തിൽ എന്താണ് അവൻ ചെയ്യേണ്ടതെന്നും, അവൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിന് അവസാനമെന്നും, അവനെ എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു, നന്മ ചെയ്യുന്നു, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവൻ അധ്വാനിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നു, ദൈവഹിതപ്രകാരം മരിക്കുന്നു, മരിച്ചതിന് ശേഷം ഉത്ഥാനം. അല്ലാണ്ട് ഇവിടെ പുനർജന്മവും മറ്റ് ജന്മങ്ങളൊന്നുമില്ല. ഒരിക്കൽ മരിക്കുന്നു, വീണ്ടും
വീണ്ടും ഉയർപ്പാണ്, പിന്നെ വിധിയാണ്. അങ്ങനെ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സത്യത്തിൻ്റെ പൂർണ്ണതയുടെ പേരാണ് യേശു ക്രിസ്തു. ഈ സത്യത്തിൻ്റെ പൂർണ്ണത വെച്ചാണ്, പൂർണ്ണനായ മനുഷ്യനായ യേശുവിനെ വെച്ചായിരിക്കും നമ്മളെല്ലാവരും വിധിക്കപ്പെടാം. കാരണം God has set a pattern for every human being to live in this world and he is the absolute truth. ആ ട്രൂത്ത് വെച്ച് നമ്മളെല്ലാവരും വിധിക്കപ്പെടും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ മാസ്ക് ഒക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു, എനിക്കിതറിയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, ഞാൻ കേട്ടിരുന്ന യേശു പ്രവാചകൻ, അതൊക്കെ കഴിഞ്ഞ് മക്കളെ, ഇനി അതിനൊന്നും സമയമില്ല. യേശുവാണ് ദൈവം, അവനാണ് നിന്നെ വിധിക്കുന്നത്. അവൻ്റെ മാനദണ്ഡം വെച്ചായിരിക്കും നമ്മളെല്ലാവരും വിധിക്കപ്പെടാം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുന്ന സെഷനിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. അതുവരെ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. Amen.